ഹലോ ഓൾ, നമ്മൾ ഇന്ന് AWSൽ ആമസോൺ അറോറയാണ് പരിചയപ്പെടാനായി പോകുന്നത്. ആമസോൺ അറോറ എന്നത് AWS പ്രൊവൈഡ് ചെയ്യുന്ന ഫുള്ളി മാനേജ്ഡ് ആയിട്ടുള്ള ഹൈ അവൈലബിലിറ്റി റിലേഷണൽ ഡേറ്റാബേസ് സർവീസ് ആണ്. ആമസോൺ അറോറ MySQLും PostgreSQLും സപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ ട്രഡീഷണൽ എന്റർപ്രൈസ് ഡേറ്റാബേസിന്റെ പെർഫോമൻസും അവൈലബിലിറ്റിയും കമ്പൈൻ ചെയ്യുന്നു. അറോറ ഡേറ്റാബേസ് സിമ്പിളും കോസ്റ്റ് എഫിഷ്യൻറ്റുമായിട്ടുള്ള ഓപ്പൺ സോഴ്സ് ഡേറ്റാബേസ് കൂടിയാണ്. നമുക്ക് RDS ഡാഷ്ബോർഡിലേക്ക് സൈൻ ഇൻ ചെയ്യാം ആൻഡ് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഡേറ്റാബേസ് കൊടുക്കുന്നു ആൻഡ് ഡേറ്റാബേസ് ക്രിയേഷൻ മെത്തേഡ് സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചൂസ് ചെയ്യുന്നു. എഞ്ചിൻ ഓപ്ഷൻ അറോറ MySQL കോമ്പാറ്റബിൾ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ടെംപ്ലേറ്റ് പ്രൊഡക്ഷൻ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നു ആൻഡ് DB ക്ലസ്റ്റർ ഐഡന്റിഫയറിൽ DB ക്ലസ്റ്റർ നെയിം കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ ക്രെഡൻഷ്യൽ സെറ്റിംഗ്സ് സെറ്റ് ചെയ്യേണ്ടതാണ്. മാസ്റ്റർ യൂസർ നെയിം കൊടുക്കാം ആൻഡ് പാസ്വേഡ് കൂടി കൊടുക്കുക. കൺഫേം പാസ്വേഡ്. ക്ലസ്റ്റർ സ്റ്റോറേജ് കോൺഫിഗറേഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂസേജിനനുസരിച്ച് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ അറോറ സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇൻസ്റ്റൻസ് കോൺഫിഗറേഷനിലേക്ക് വന്നാൽ സർവർലെസ് V2, മെമ്മറി ഒപ്റ്റിമൈസ്ഡ് ക്ലാസസ്, ബേർസ്റ്റബിൾ ക്ലാസസ് എന്നിവയുണ്ട്. ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇവിടെ ഇൻസ്റ്റൻസ് ക്ലാസ് സെലക്ട് ചെയ്യേണ്ടതാണ്. സർവർലെസ് V2യിൽ ആപ്ലിക്കേഷൻ നീഡ്സിനനുസരിച്ച് കപ്പാസിറ്റി ഓട്ടോമാറ്റിക്കലി സ്കെയിൽ ചെയ്യുന്നു. എന്നാൽ ലാർജ് ഡേറ്റ സെറ്റ്സ് പ്രോസസ് ചെയ്ത് പെർഫോമൻസ് കൂട്ടാൻ മെമ്മറി ഒപ്റ്റിമൈസ്ഡ് ക്ലാസസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ബേർസ്റ്റബിൾ ക്ലാസസിൽ CPU പെർഫോമൻസിൽ ഒരു ബേസ് ലൈൻ വെച്ചിട്ടാണ് കോൺഫിഗർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബേർസ്റ്റബിൾ ക്ലാസസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ മെമ്മറി ഒപ്റ്റിമൈസ്ഡ് ക്ലാസസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം CPUവിൻ്റെ എണ്ണം എന്നിവ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അറോറ റിപ്ലിക്ക ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്യുന്നു. ആൻഡ് കണക്ടിവിറ്റി ഇവിടെ ഇപ്പോൾ EC2 കമ്പ്യൂട്ട് റിസോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഡോണ്ട് കണക്ട് ടു ആൻ EC2 കമ്പ്യൂട്ട് റിസോഴ്സ് മാർക്ക് ചെയ്യുന്നു. ആൻഡ് ഡിഫോൾട്ട് VPC ആണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് RDSനെ VPCക്ക് വെളിയിൽ നിന്നും ആക്സസ് ചെയ്യാനായി ഒരു IP അഡ്രസ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാനായി പബ്ലിക് ആക്സസ് S കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ പബ്ലിക് ആക്സസ് S കൊടുക്കുന്നു. ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിൽ പബ്ലിക് ആക്സസ് നോ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ പബ്ലിക് ആക്സസ് S കൊടുക്കുന്നു. ആൻഡ് VPC സെക്യൂരിറ്റി ഗ്രൂപ്പ് ഒരു ന്യൂ സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ക്രിയേറ്റ് ഡേറ്റാബേസ് കൊടുക്കുന്നു. സെക്യൂരിറ്റി ഗ്രൂപ്പ് നെയിം മാറ്റേണ്ടതാണ്. SG21 കൊടുക്കുന്നു ആൻഡ് ക്രിയേറ്റ് ഡേറ്റാബേസ് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ DBase1 അറോറ ഡേറ്റാബേസ് സ്റ്റാറ്റസ് ക്രിയേറ്റിംഗ് മോഡിലാണ്. മറ്റ് ഡേറ്റാബേസുകളിൽ നിന്നും അറോറ വ്യത്യസ്തപ്പെടുന്നത് DB ഇൻസ്റ്റൻസുകളുടെ എണ്ണത്തിലാണ്. അതായത് ക്ലൗഡിൽ റൺ ചെയ്യുന്ന ഐസൊലേറ്റഡ് ഡേറ്റാബേസ് എൻവയോൺമെന്റ് ആണ് DB ഇൻസ്റ്റൻസുകൾ. മൾട്ടിപ്പിൾ DB ഇൻസ്റ്റൻസ് അറോറയിൽ കാണപ്പെടുന്നു. ക്ലസ്റ്റർ വോളിയൂംസ് ആണ് DB ഇൻസ്റ്റൻസിലെ ഡേറ്റ മാനേജ് ചെയ്യുന്നത്. ക്ലസ്റ്റർ വോളിയൂംസ് എന്നത് മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോണിൽ നിൽക്കുന്ന വിർച്വൽ ഡേറ്റാബേസ് വോളിയൂംസ് ആണ്. ഓരോ അവൈലബിലിറ്റി സോണിലും DB ക്ലസ്റ്റർ ഡേറ്റ കോപ്പിയും കാണപ്പെടുന്നു. ഡേറ്റാബേസ് ആക്റ്റീവ് ആയിട്ടുള്ള ഓരോ സെക്കൻഡിലുമാണ് AWS ആമസോൺ അറോറയ്ക്കായിട്ട് ചാർജ് ചെയ്യുന്നത്. നമുക്ക് DB ഇൻസ്റ്റൻസ് 1ലേക്ക് ഒന്ന് കയറാം ആൻഡ് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഇൻബൗണ്ട് റൂളിൽ ടൈപ്പ് MySQL ഓർ അറോറ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ടൈപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് സോഴ്സ് കസ്റ്റമിൽ നിന്ന് നമുക്ക് എനിവെയർ IPv4 കൊടുക്കാവുന്നതാണ്. ആൻഡ് റൂൾ സേവ് ചെയ്യുന്നു.
അതിനുശേഷം RDS ഡാഷ്ബോർഡിലേക്ക് വന്നാൽ സോ DB ഇൻസ്റ്റൻസ് ക്രിയേറ്റിംഗ് സ്റ്റേറ്റിൽ തന്നെയാണ്. ആൻഡ് അറോറ യൂസ് കേസിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു എൻ്റർപ്രൈസ് ആപ്ലിക്കേഷനും അറോറ ഡേറ്റാബേസ് സ്യൂട്ടബിൾ ആണ്. കൂടാതെ വെബ് ആൻഡ് മൊബൈൽ ഗെയിമിംഗ്, അതായത് ഉയർന്ന നിരക്കിലുള്ള സ്കെയിലബിലിറ്റിയും ഹൈ ത്രൂപുട്ടും ആവശ്യമായിട്ടുള്ള ഗെയിമിംഗ് ആപ്ലിക്കേഷൻസിനും വെബ് ആപ്ലിക്കേഷൻസിനും അറോറ ഡേറ്റാബേസ് സ്യൂട്ടബിൾ ആണ്. സോ DB ഇൻസ്റ്റൻസ് ക്രിയേറ്റിംഗ് സ്റ്റേറ്റിലാണ്. സോ അതിനുശേഷം പ്രൈമറി ഇൻസ്റ്റൻസിൽ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ക്ലസ്റ്റർ വോളിയത്തിൽ ഡേറ്റ മോഡിഫിക്കേഷനും പെർഫോം ചെയ്യുന്നു. എന്നാൽ പ്രൈമറി ഇൻസ്റ്റൻസിൽ ഒരു ഫെയിൽ ഓവർ ഉണ്ടായാൽ അറോറ റിപ്ലിക്ക കോൾ ചെയ്ത് ഡേറ്റാബേസ് അവൈലബിൾ ആക്കുന്നു. സോ അതുകൊണ്ടാണ് നമ്മളുടെ ആമസോൺ അറോറ ഹൈലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാബേസ് ആയിട്ട് കണക്കാക്കുന്നത്. സോ ഇത്രയുമാണ് ആമസോൺ അറോറയെ പറ്റി പറയാനായിട്ടുള്ളത്. ആൻഡ് താങ്ക് യു.